ശബരിമല പൂങ്കാവനത്തിന്റെ മടിത്തട്ടായ സത്രം പുല്ലുമേട് കാനനപാത താണ്ടി അയ്യപ്പ ദർശനത്തിനെത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. കാണാം പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടെ പരമ്പരാഗത കാനനപാതയിലെ കാഴ്ചകൾ. ശബരിമല പൂങ്കാവനത്തിന്റെ ഈ മടിത്തട്ടിലൂടെ കല്ലും മുള്ളും താണ്ടി ആയിരങ്ങളാണ് ദിനംപ്രതി ശബരിമല ദർശനത്തിനെത്തുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട സത്രം പുല്ലുമേട് പാത വഴിയാണ് ഇന്നത്തെ കയറിലൂടെ യാത്ര. ഭക്തിയും പ്രകൃതിയും ഒന്നായി മാറുന്നതാണ് പൂങ്കാവനത്തിലൂടെ ശബരിമല സന്നിധാനത്തിലേക്കുള്ള കാനനപാതകൾ. അതിൽ പ്രധാനമാണ് സത്രം പുൽമേട് കാനനപാത. കല്ലും മുള്ളും കാലിനുമെത്തേന്ന ശരണം വിളിയിൽ നിറയുന്ന പാതയും ഇതാണ്. പൂർണ്ണമായും പെരിയാർ കടുവ സങ്കേതത്തിലൂടെയാണ് പുല്ലുമേട് വഴിയുള്ള യാത്ര. പർവ്വതനിരകൾക്കിടയിലൂടെ പ്രകൃതിയെ അറിഞ്ഞുള്ള യാത്ര സത്രത്തിൽ നിന്നും ആരംഭിക്കും. പുല്ലുമേടെത്തുന്നതോടെ കാഴ്ചയുടെ വിസ്മയങ്ങൾ ആരംഭിക്കുന്നു. പുല്ലുമേട്ടിൽ നിന്നും 6 കിലോമീറ്റർ ദൂരമാണ് സന്നിധാനത്തേക്കുള്ളത്. പുല്ലുമേട് നിന്ന് നോക്കിയാൽ ഒരേ സമയം സന്നിധാനവും പൊന്നമ്പലമേടും കാണാം. കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന കാഴ്ചകളാണ് ചുറ്റും. മലനിരകളിൽ മേഞ്ഞു നടക്കുന്ന കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങൾ അടുത്തെവിടെയോ ഉണ്ടെന്ന തോന്നലും. അത്രത്തോളം ശ്രദ്ധിച്ചു വേണം ഓരോ ചുവടും ഈ പാതയിലൂടെ മുന്നോട്ട് വയ്ക്കാൻ. നടപ്പാതയിൽ വന്യമൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള തടയണകൾ. അങ്ങനെ കാട്ടു സൗന്ദര്യം നിറഞ്ഞതാണ് ഈ തീർത്ഥാടന പാത. അയ്യപ്പനെ കാണാൻ വയ്യായതുകൊണ്ട് ഞങ്ങളൊരു സുഖമായിട്ട് വരുന്നതാണ്. പിന്നെ ഒരു രസമാണ്, പിന്നെ നല്ല ക്ലൈമാണ്, ഒന്നും പറയാനല്ലോ. പിന്നെ ഒക്കെ സ്വാമി അയ്യപ്പൻ്റെ കയ്യിലാണ്. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, തൃശ്ശൂർ കൊടുങ്ങല്ലൂർ, അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വെറൈറ്റി ഒരു ഫീലാണ്. അയ്യപ്പനൊരു കാണാനും ശരിക്കും ഇതിലേ വന്നു കഴിഞ്ഞാൽ ഒരു ഫീല് കിട്ടുന്നുള്ളത് കൊണ്ടാണ് ഇതിൽ വന്നത്. ആദ്യമായിട്ടാണ് പുൽമേട് വഴി വരുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് നമ്മുടെ പരമ്പരാഗത കാനനപാതയായ മുക്കുഴി അതിലേ വരാറ്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇതിലേ എടുത്തത്. ഞങ്ങൾ അതിലേ വന്ന എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് അതിലും കുറച്ചും കൂടെ സുഖമാണ്. ആ വഴി വരുന്നതിലും കുറച്ചും കൂടെ സുഖമാണ് ഈ വഴി വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വഴി കൂടെ വന്നിട്ട്? കുഴപ്പമില്ല, നല്ലായിരുന്നു. ഇവിടെ കുറച്ച് നടക്കാനുണ്ട്, പിന്നെ വേറെ കാടും മലകളും ഒക്കെ കയറി ഇറങ്ങണം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇവിടെയാകുമ്പോൾ നമുക്ക് നേരെ സന്നിധാനത്തേക്ക് നേരെ എത്തയുള്ള. അപ്പോൾ അവർ ഇതിൽ ഇപ്പം ഞങ്ങൾ രാവിലെ 7 മണിക്ക് നടന്ന് ഇപ്പം എന്തായാലും 11 മണിക്ക് ഇപ്പം നമ്മൾ സന്നിധാനത്ത് എത്തി. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്കുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. രാവിലെ 7 മണിയോടെ വനപാലകർ വനപാതയിലൂടെ സഞ്ചരിച്ച് വന്യമൃഗ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ കടത്തിവിടുന്നത്. 13 കിലോമീറ്റർ ദൂരമുള്ള പാതയിൽ വൈദ്യുത വിളക്കുകളും കുടിവെള്ള സൗകര്യവും സജ്ജം. സന്നിധാനത്തിന് സമീപം പാണ്ടിത്താവളത്തുള്ള അവസാന ചെക്ക് പോസ്റ്റിൽ എത്തുന്നതുവരെ ഓരോ ചെക്ക് പോസ്റ്റും കടക്കുമ്പോൾ ടോക്കൺ നോക്കി എല്ലാവരും സുരക്ഷിതരായി കടന്നുപോയെന്ന് ഉറപ്പാക്കും. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായാൽ NDRF സംഘമെത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റാനടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. അവസാന ആളും പോന്നു കഴിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാനനപാതയിലൂടെ സഞ്ചരിച്ച് തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പുവരുത്തും. കല്ലും മുള്ളും ചവിട്ടി കുന്നും മലകളും താണ്ടി ഈ പരമ്പരാഗത കാനനപാതയിലൂടെ സന്നിധാനത്തെത്തി ദർശനം നേടിക്കഴിയുമ്പോൾ താണ്ടിയ പാതയിലെ യാതനകളൊക്കെയും എത്തുന്ന തീർത്ഥാടകർക്ക് സുഖകരമായ ഓർമ്മകളായി മാറും. പുല്ലുമേട് നിന്നും ക്യാമറമാൻ സജു കാഞ്ഞിരകുളത്തിനൊപ്പം അഖിൽ TS, കൈരളി ന്യൂസ്.